എലികളിൽ പോലും പരീക്ഷിക്കുന്നതിന് മുമ്പ് എലിയേക്കാളും വില കുറഞ്ഞ ഇന്ത്യക്കാരനെ മരുന്ന് പരീക്ഷിച്ചതിൻ്റെ കാര്യം നമ്മൾ അറിഞ്ഞു. അത് 2 ഡോക്ടർമാർ തമ്മിലുള്ള കുടിപ്പക കൊണ്ട് പുറത്തു വന്ന ഒരു കാര്യമാണ്. ഇതുപോലെ നിരന്തരം നടക്കുകയാണ് ഈ നാട്ടിൽ. അവിടെ ജോൺ ഹോപ്പിൻസ് ഈ മരുന്ന് കമ്പനി പറയുന്നു, അതൊരു യൂണിവേഴ്സിറ്റി അമേരിക്കൻ മരുന്ന് കമ്പനി ഒന്നും നേരിട്ട് ചെയ്യുന്നില്ല. അവൻ നല്ലൊരു ശതമാനം കാശ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർക്ക് കൊടുക്കുന്നു. നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഓരോ റിസർച്ചിൻ്റെ പേരിലും കോടികൾ ഇവന്മാർ വാങ്ങി. അത് ആദ്യമേ അവർ പറയും, ഞങ്ങൾക്ക് വേണ്ട റിപ്പോർട്ട് ഇതാണ്, നിങ്ങൾ റിസർച്ച് നടത്തിക്കോ, ഈ റിപ്പോർട്ടായിരിക്കണം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് കണ്ടുപിടിക്കുന്നത് കൂടെ കണ്ടുപിടിച്ചാണ് അവരിങ്ങോട്ട് തരുന്നത്. എന്ത് എളുപ്പമാണ് റിസർച്ച് എന്നറിയാവോ? ഒക്കെ ശാസ്ത്രജ്ഞന്മാരാണ് ഇന്ത്യയിൽ. അവർ യൂണിവേഴ്സിറ്റി ചൈനയിൽ നിന്നുള്ള ഒരു സ്റ്റുഡൻറ്റിന് ഈ റിസർച്ച് കൊടുക്കുന്നു. ആ ചൈനയിൽ നിന്നുള്ള സ്റ്റുഡൻറ്റ് ഇവിടെ വന്നിട്ട് ഈ മരുന്ന് പരീക്ഷിക്കാൻ കൃഷ്ണൻ നായരെ ഏൽപ്പിക്കുന്നു. സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ എങ്ങനെ വന്നു, റിസർച്ചറുടെ അടുത്തത് എങ്ങനെ വന്നു എന്നൊന്നും ചോദിച്ചേക്കരുത്. അപ്പോൾ മരുന്ന് കമ്പനി പറയുകയാണ്, ഞങ്ങളിതിൽ ഉൾപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞുകൂടാ. അത് യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി പറയുന്നു, ഞങ്ങളിതിൽ ഉത്തരവാദികളല്ല, അത് ചൈനയിലെ ഒരു സ്റ്റുഡൻ്റാണ്, അത് ചൈനക്കാരുടെ തലയിലാണ്. അവർ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല, അത് ആ വ്യക്തിയുടെ മാത്രം കുറ്റമാണ്. എത്ര വിദഗ്ധമായി അന്താരാഷ്ട്ര മരുന്ന് കമ്പനികൾ തടിയൂരി നിൽക്കുന്നു ക്ലിനിക്കൽ ട്രയലുകളിൽ എന്ന് നിങ്ങൾ നോക്കണം. ഹൈദരാബാദിൽ സാന്ദ്ര എന്ന് പറഞ്ഞ മരുന്ന് കമ്പനി ഒരു ക്ലിനിക്കൽ ട്രയൽ നടത്തി, 9 പേര് മരിച്ചു. പുതിയ മരുന്ന് പരീക്ഷിച്ചതാണ്. അതിനെതിരെ ഒരു കേസ് ആന്ധ്രാപ്രദേശിലുണ്ടായപ്പോൾ, ഹൈക്കോടതിയിലുണ്ടായപ്പോൾ മരുന്ന് കമ്പനി എന്ത് ചെയ്തെന്നറിയാവോ? അവിടുത്തെ മരുന്ന് പരീക്ഷണം കൊണ്ട് നിർത്തിയിട്ട് ബാംഗ്ലൂരിലേക്ക് മാറ്റി, കർണാടകയിലേക്ക് മാറ്റി. എന്നിട്ട് ഈ തിരുവനന്തപുരത്തെ സംഭവവും ഹൈദരാബാദിലെ സംഭവവും പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ക്ലിനിക്കൽ ട്രയലുകൾ പണ്ടത്തതുപോലെ രഹസ്യമായി ഇരിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഇന്ത്യയിലെ മരുന്ന് കമ്പനികൾ അമേരിക്കൻ കമ്പനികൾക്ക്, ജർമ്മൻ കമ്പനികൾക്ക് വേണ്ടി സബ് കോൺട്രാക്ട് എടുത്ത് ഭീകര വിഷങ്ങൾ ഇന്ത്യക്കാരിൽ പരീക്ഷിച്ച് ക്ലിനിക്കൽ ട്രയൽ നടത്തി ഉത്തരങ്ങൾ കൊടുത്ത് കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഡ്രഗ് കമ്പനികൾ ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളുമായി കൂടിയാലോചന നടത്തി ക്ലിനിക്കൽ ട്രയലുകൾക്ക് ഇൻഷുറൻസ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അവരത് സമ്മതിക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് രൂപയുടെ പോളിസി എടുത്ത് രഹസ്യമായ ക്ലിനിക്കൽ ട്രയൽ ഇൻഷുറൻസ് പദ്ധതികൾ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബർ 4, 5 തീയതികളിൽ മുംബൈയിലെ ഒരു വലിയ ഹോട്ടലിൽ, പഞ്ചനക്ഷത്ര ഹോട്ടലിൽ, ഒരു അന്താരാഷ്ട്ര കോൺഫറൻസ് നടന്നു. അന്താരാഷ്ട്ര ക്ലിനിക്കൽ ട്രയൽ കോൺഫറൻസ്. ഇന്ത്യ ക്ലിനിക്കൽ ട്രയലുകളുടെ വേദിയായി വിദേശ മൂലധനം ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ എങ്ങനെ കൂടുതൽ നന്നായി സഹകരിക്കാം എന്നതിനെക്കുറിച്ച് ഇന്ത്യയിലെ കമ്പനികളുമായി കൂടിയാലോചിക്കാൻ വിദേശ മരുന്ന് കമ്പനികളുടെ ഏജന്റുമാർ ഇന്ത്യയിൽ വന്ന് ഈ കൺവെൻഷൻ അവരൊന്നിച്ച് നടത്തി. അതിനുശേഷം ബാംഗ്ലൂരിൽ വെച്ച് ക്ലിനിക്കൽ ട്രയലുകളെ കുറിച്ചുള്ള കൺസൾട്ടൻസി നടന്നു. ഇപ്പോൾ നടക്കുന്നത് 100-ലധികം മേജർ ക്ലിനിക്കൽ ട്രയലുകളാണ്. മൈനർ എത്ര നടക്കുന്നു നമുക്കറിയില്ല. അത് 1000-കണക്കിന് ക്ലിനിക്കൽ ട്രയലുകളായിട്ട് മാറാൻ പോവുകയാണ്. ഇപ്പോൾ ആദ്യത്തെ ക്ലിനിക്കൽ ട്രയൽ മാത്രമാണ് രോഗി അറിഞ്ഞ് രോഗിക്ക് നഷ്ടപരിഹാരമൊക്കെ കൊടുത്ത് പ്രതിഫലം കൊടുത്തുകൊണ്ട് നടത്തുന്നത്. ബാക്കിയുള്ള ക്ലിനിക്കൽ ട്രയലുകൾ ബ്ലൈൻഡ് ആൻഡ് ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡിയിലാണ്. ഇത് ഞാൻ തായ്ലാൻഡിലെ ഒരു ക്യാമ്പിൽ പറഞ്ഞപ്പോൾ ആ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നവർ പൊട്ടിത്തെറിച്ചു. ഇത് ലീഗലാണോ എന്നായിരുന്നു ചോദ്യം. ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ, എനിക്കറിയില്ല ലീഗലാണോ ഇല്ല എന്ന്. ഇതാണ് സത്യമെന്ന് എനിക്കറിയാം, ഇങ്ങനെയാണ് നടത്തുന്നതും നടത്തിയിട്ടുള്ളതും. അപ്പോൾ അത് എൻ്റെ ക്യാമ്പിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ, എല്ലാവരും ആ ഡോക്ടറുടെ നേരെയായി. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, അത് അങ്ങനെയാണ് നടത്തുന്നത്. അങ്ങനെ നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അങ്ങനെ നടത്തുന്നത് ഈ ക്ലിനിക്കൽ ട്രയലിൽ പാർഷ്യാലിറ്റി വരാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഇതായിരുന്നു ഉത്തരം.
ഇതായിരുന്നു ആ മനുഷ്യന് പറയാനുണ്ടായിരുന്ന ഉത്തരം. ഇപ്പോൾ അതിഭീകരമായിട്ടുള്ള ചതിയും വഞ്ചനയുമൊക്കെയാണ് ഒരു മരുന്നിൻ്റെ പിറവിക്കുള്ളിലുള്ളത്.